ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. ഇപ്പം 9 o'clock ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല, ഇന്ന് എനിക്ക് ഹോളിഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാം, കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ എനിക്ക് കുറേ കാര്യം ചെയ്യാനുണ്ട്. എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, പിന്നെ എനിക്ക് പഠിക്കാനുണ്ട്, പിന്നെ എന്തായാലും ഫുഡ് കഴിക്കാനൊക്കെ പോകണം. അപ്പം ഞാൻ ഓർത്തു ഇന്നൊരു വ്ളോഗ് എടുക്കാം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ നമുക്കൊരു നോർമൽ ഡേ പ്രൊഡക്റ്റീവ് ആക്കാമെന്ന്. ഇപ്പം ഞാൻ എണീറ്റുള്ളൂ, അതാണ് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു മാതിരി ഇരിക്കുന്നത്, നിങ്ങൾ മൈൻഡാക്കണ്ട. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ എന്തായാലും എണീറ്റിട്ട് കുറച്ച് വെള്ളമാണ് കുടിച്ചത്. ഇനി നമുക്ക് ഒരു കോഫി ഉണ്ടാക്കാം. പിന്നെ എനിക്ക് ഇന്ന് പൂരിയും പൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്ന നല്ല ഓട്സ് ഉണ്ടാക്കി കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓട്സ് അല്ലെങ്കിൽ അമൃതം പൊടിയുണ്ട്, അതെന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതുണ്ടാക്കണം. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ. അങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നു ഗൈസ്. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു കോഫി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ പേർലി മണിയുടെ കോഫിയാണ് ഉണ്ടാക്കുന്നത്, കാരണം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എനിക്കിവിടെ വന്നിട്ട് ഇവിടുത്തെ കോഫി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന കോഫിയാണ് ഇഷ്ടം. പണ്ടൊക്കെ ഞാൻ അമ്മൂമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ആര് വീട്ടിൽ വന്നാലും ഞാനാണ് കോഫി ഉണ്ടാക്കി കൊടുക്കാറ്, കാരണം എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന കോഫി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം. കുറച്ച് പാൽ വയ്ക്കാൻ ഞാൻ എനിക്ക് മാത്രം ഈ മൊത്തം കപ്പിൽ, ഇത്രയും വലിയ കപ്പിലാണ് ഞാൻ കോഫി കുടിക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് എനിക്ക് ആവശ്യമുള്ള കുറച്ച് പാലെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതൊരു ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാലും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 2 ടീസ്പൂണാണ് തോന്നുന്നത്, ടേബിൾ സ്പൂൺ എന്താണെങ്കിലും ഞാൻ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനേക്കാളും കുറച്ച് കൂടുതൽ ഇപ്പം 2.5 പഞ്ചസാര ഇട്ട് കൊടുക്കണം, അങ്ങനെയാണ്ട. പിന്നെ ഷുഗറൊക്കെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്കിങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കുടിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പം ഞാനങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അതെന്തോ ഞാൻ നോക്കിപ്പോയതാണ്, എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. കഴിഞ്ഞ് പാലൊക്കെ റെഡിയായി. അപ്പം ഞാൻ എൻ്റെ കോഫി മൊത്തത്തിൽ ഉണ്ടാക്കി. ഇനി ആർക്കെങ്കിലും എൻ്റെ കോഫി ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കോഫി ഉണ്ടാക്കി തരും. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ അടിക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഈ മറ്റേ നമ്മൾ കടയിൽ നിന്നൊക്കെ ചെയ്യില്ല, അതേപോലെ നല്ല പത വരുള്ളൂ. അപ്പം നല്ല സൂപ്പർ കാപ്പി. അതേപോലെ തന്നെ ഞങ്ങൾ ഓട്സും ഉണ്ടാക്കി. ഓട്സിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് പഴവും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല സൂപ്പർ വരുള്ളൂ. എന്നിട്ട് ഞാൻ രാവിലെ തന്നെ ബോബ് ദ ബിൽഡറും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കണ്ടിരുന്നു. സോ ഗായ്സ്, ഞാൻ വിചാരിക്കുന്നത് ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നാണ്. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ലൈറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഇപ്പം എടുത്താണ് ഞാൻ വിചാരിക്കുന്നത്, സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പം സോ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് മിക്കവാറും ഇന്നിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന വെനസ്ഡേ ആണ്. ഞാൻ തേഴ്സ്ഡേ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കും. അപ്പം ഇനി എഡിറ്റ് ചെയ്യണം ഇന്ന്. ഇനി ഇപ്പോൾ ഇട്ട ഡ്രസ്സ് മൊത്തം അവിടെ അലങ്കോലായി കിടക്കാണ്. ഇത് മൊത്തം ഇനി ശരിയാക്കണം. അതാണ് നെക്സ്റ്റ് പണി. അപ്പോൾ നമുക്കത് ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. സോ ഗായ്സ്, നമ്മൾ വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞു. വീഡിയോ എഡിറ്റിങ്ങും ഞാൻ ഓൾമോസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പം ആ പരിപാടികൾ കഴിഞ്ഞു എൻ്റെ. ഇനി എനിക്ക് പഠിക്കണം. ഇനി പഠിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. അപ്പം നമ്മളെന്തായാലും ഇനി പഠിക്കാം. ഞാൻ മൊബൈലൊക്കെ ആട്ടോ പഠിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ വേറൊരു മൊബൈലുണ്ടാകും, വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വായിക്കാനുണ്ട്, അത് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഒരു 2 മണിക്ക് മുന്നേ തീർക്കണം എന്നാണ് എൻ്റെ ഐഡിയ. ഇപ്പം തന്നെ 12:30 ആവാറായി. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. ഒരു 1:05 ഞാൻ പഠിച്ചില്ല. 12:30 ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചാണ്, പിന്നെ അങ്ങനെ പഠിക്കാൻ പറ്റിയില്ല. അപ്പം ഞാനിപ്പോൾ പഠിക്കാൻ പോവാണ്. സോ ഗൈസ്, ഞാൻ ഫൈനലി പഠിക്കാമെന്ന് തീരുമാനിച്ചു. ഇത് ആണ് എൻ്റെ പഠിക്കാനുള്ള സാധനം. 1:05 2 മണിക്കൂർ ഞാൻ ഫുൾ പഠിച്ചു തീർക്കും. അപ്പം നോക്കാം. പഠിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പം 4:30 ആയി. നേരത്തെ ഞാൻ പഠിച്ചു കഴിഞ്ഞാണ്. എന്നിട്ട് ഞാൻ കുറേ നേരം റീൽസൊക്കെ കണ്ടിരുന്നു. പ്രൊഡക്റ്റീവ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ആയിരുന്നു. കാരണം ഞാൻ
എന്തൊക്കെ ചെയ്തു അറിയോ, വീഡിയോ ഷൂട്ട് ചെയ്തു, വീഡിയോ എഡിറ്റ് ചെയ്തു, അപ്ലോഡ് ചെയ്തു, എല്ലാം തമ്മിലൊക്കെ ഉണ്ടാക്കി, ഡിസ്ക്രിപ്ഷനൊക്കെ ചെയ്തു. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ മടിച്ച് ഫുഡ് കഴിച്ചില്ല. പിന്നെ എനിക്ക് വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതും ഒരു ഫാക്ടറാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പിന്നെ വീട്ടിലൊക്കെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പഠിച്ചു കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു. ഇനി ഞാൻ വിചാരിക്കുന്നത് ഇനി ചായ കുടിക്കാൻ പോയാലോ എന്നാണ് പുറത്ത്. കാരണം ഞാൻ വാങ്ങിച്ച് വെച്ച സാധനങ്ങളൊക്കെ തീർന്നു. പാലൊക്കെ ഞാൻ നേരത്തെ ചായ ഉണ്ടാക്കിയില്ല രാവിലെ. അപ്പം ഞാൻ ഇനിയും ചായ കുടിക്കാൻ പോവാം. എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. വിശക്കുന്നുണ്ട് എനിക്ക്. എന്തെങ്കിലും നല്ല സാധനങ്ങൾ കഴിക്കാം. നല്ല സാധനം എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും. എനിക്ക് കിൻഡർ ജോയ് കഴിക്കണമെന്നുണ്ട്, സത്യം പറയാല. എനിക്ക് കിൻഡർ ജോയ് കഴിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കിൻഡർ ജോയ്ക്ക് എൻ്റെ 50 രൂപയാവുന്നതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ച്. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് കിൻഡർ ജോയ് കഴിക്കണം എന്ന്. നോക്കട്ടെ, ഞാൻ വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റ് കഴിക്കാം. അല്ലേ എന്തെങ്കിലും ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ലേസ് കഴിക്കാം. ഇനി അത് കഴിഞ്ഞ് ഞാൻ ചായയൊക്കെ കുടിക്കാൻ പോയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ നൈറ്റ് ടെറസിൽ തുണി ഉണക്കാനിടാൻ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെ പിന്നെ വെറുതെ രാത്രി ഇങ്ങനെ ആകാശമൊക്കെ കണ്ട് അങ്ങനെ തുണിയൊക്കെ ഉണക്കി നിന്നു. അപ്പോൾ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.